ഇവർക്കെതിരെയുള്ള നിരന്തര പോരാട്ടത്തിലാണ് കോട്ടയം പാലാ സ്വദേശി എബി ജെ ജോസ്. LK അദ്വാനി മുതൽ സാനിയ മിർസ വരെ നീളുന്ന പ്രമുഖരുടെ വൻ നിര തന്നെ എബിയുടെ പോരാട്ട വീര്യത്തിന്റെ കരുത്തറിഞ്ഞിട്ടുണ്ട്. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ സംസ്ഥാനത്ത് ലംഘിക്കപ്പെടുന്നതിനെതിരെ ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചുകൊണ്ടാണ് എബി ജെ ജോസ് പോരാട്ടം ആരംഭിച്ചത്. അന്യൻ എന്ന തമിഴ് സിനിമയുടെ പോസ്റ്ററിൽ ദേശീയ പതാക വികലമായി അച്ചടിച്ചതിനെതിരെ എബി ശക്തമായി പ്രതികരിച്ചു. ഇതേ തുടർന്ന് പുതിയ പോസ്റ്ററുകൾ ഇറക്കാൻ സിനിമാ നിർമ്മാതാക്കൾ നിർബന്ധിതരായി. ഫോർമുല 1 കാറോട്ടക്കാരനായ നാരായൺ കാർത്തികേയൻ ഹെൽമറ്റിൽ ദേശീയ പതാക വികൃതമായി ഉപയോഗിച്ചതിനെതിരെയും എബി പ്രതിഷേധമുയർത്തി. തുടർന്ന് ഹെൽമറ്റിൽ നിന്നും ദേശീയ പതാക നീക്കം ചെയ്തു. എസിലോർ എന്ന കന്നഡ ലെൻസ് കമ്പനിയുടെ ടെലിവിഷൻ പരസ്യത്തിനെതിരെയും LK അദ്വാനി, ശശി തരൂർ എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വെബ്സൈറ്റിൽ ദേശീയ പതാക ഉപയോഗിച്ചതിനെതിരെയും എബി രംഗത്തെത്തി. ടെന്നീസ് താരം സാനിയ മിർസ, സിനിമാ താരങ്ങളായ മന്ദിര ബേദി, ശ്വേത മേനോൻ തുടങ്ങിയവർക്കെതിരെയും എബി പരാതി നൽകിയിരുന്നു. ദേശീയ പതാക പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് എബി ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ പതാക പ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കാൻ പാടില്ലെന്ന് നിയമം നിലവിലിരിക്കെ വളരെ വ്യാപകമായ രീതിയിൽ പ്ലാസ്റ്റിക് പതാകകൾ നാട്ടിൽ ഉപയോഗിച്ചു വരികയാണ്. ഇത് ദേശീയ പതാകയോടുള്ള അനാദരവാണ്. ഇത്തരം നടപടികൾക്കെതിരെ നടപടിയെടുക്കേണ്ട അധികൃതർ പോലും തെറ്റായ നടപടികൾ ആവർത്തിക്കുകയാണ്. ഗാന്ധിജി അപമാനിക്കുന്ന പരസ്യം നൽകിയ മൊബൈൽ കമ്പനിക്കെതിരെയും 2020 എന്ന ചിത്രത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അവഹേളിക്കുന്ന രംഗം ഉൾപ്പെടുത്തിയതിനെതിരെയും എബി രംഗത്തെത്തിയിരുന്നു. മിഷൻ ഫ്ലാഗ് എന്ന പേരിൽ സ്കൂളുകളിൽ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് എബി. ജീവൻ ന്യൂസ്, കോട്ടയം.